സഞ്ജയ് റോയിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ വിധി വന്നതിന് ശേഷം പ്രത്യേകിച്ച് ഈ വനിതാ ഡോക്ടറുടെ മാതാവും രക്ഷിതാക്കളുമൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചത് മറ്റ് ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട്, അവർക്ക് കൂടി ശിക്ഷ കൊടുക്കണം, അവർക്ക് ശിക്ഷ കിട്ടുന്നവരെ ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്നാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ RGK മെഡിക്കൽ കോളേജിലെ സംഭവം മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസിനെയും വല്ലാതെ ഉലച്ചു കളഞ്ഞു കേട്ടു. ഒന്നും പറയാൻ പറ്റാത്ത വിധത്തിൽ റോഡിലേക്ക് ഇറങ്ങേണ്ടി വന്നു, സമരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ മനസാക്ഷിയും ഉലച്ചു കളഞ്ഞത്. പാവം ഡോക്ടർ അവിടെ പോയി ഒന്ന് വിശ്രമിക്കാനിരുന്ന സമയത്താണ് ആ സെമിനാർ ഹാളിലേക്ക് സഞ്ജയ് റോയ് എന്ന് പറയുന്ന വോളണ്ടിയർ കൂടിയ പോലീസ് വോളണ്ടിയർ കൂടിയ ആൾ എത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തരും, സഞ്ജയ് റോയിയുടെ അമ്മയുടെ ഒരു പ്രതികരണം ഇന്നലെ വന്നിട്ടുണ്ട്. നമ്മളെല്ലാ ചാനലുകളിൽ നാഷണൽ മീഡിയകളെല്ലാം അത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു. അവന് വധശിക്ഷ കൊടുത്താൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും എന്നാണ് പറഞ്ഞത്. സഞ്ജയ് റോയിയുടെ അമ്മ പറഞ്ഞതാണ്. കാര്യം ഈ സഞ്ജയ് റോയിക്ക് 3 സഹോദരിമാരുണ്ട്. അതായത് ആ അമ്മ പറയുന്നു, എൻ്റെ പെൺമക്കളുള്ള എനിക്കറിയാം ആ കുട്ടി അനുഭവിച്ച വേദന എന്താണ്, അതുകൊണ്ട് അവന് വധശിക്ഷ കൊടുത്താൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞത് സഞ്ജയ് റോയിയുടെ അമ്മയാണ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അയാൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരാളെ ആവശ്യമുണ്ടെന്നൊരു ചോദ്യം നീതിപീഠം തന്നെ ചോദിക്കുമല്ലോ. പക്ഷേ പലപ്പോഴും നമുക്കറിയാം ജൂറിസ്പ്രുഡൻസിൽ ഈ കറക്റ്റീവ് മെഷറാണ്, തെറ്റുതിരുത്തലാണ് ശിക്ഷാവിധി എന്ന് പറയുന്നത്, അല്ലാതെ പ്രതികാരത്തിൻ്റെ വാഞ്ചയല്ല.